ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ശാഖയിൽ നിന്നും 26 കിലോ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതം. തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് മേട്ടുപ്പാളയം സ്വദേശിയായ മുൻ മാനേജർ മധു ജയകുമാറിനായി അന്വേഷണം. നിലവിലെ ബാങ്ക് മാനേജറാണ് സ്വർണം മോഷണം പോയെന്ന പരാതി നൽകിയത്. വടകരയിൽ നിന്നും രാഹുൽ സുരേഷിന്റെ റിപ്പോർട്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിലെ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. പ്രതി നിലവിൽ കേരളം വിട്ടു തമിഴ്നാട്ടിലാണെന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. പ്രതിയുടെ ഫോൺ ഉൾപ്പെടെ നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ഒടുവിൽ ടവർ ലൊക്കേഷൻ എവിടെയായിരുന്നോ അതും കൂടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മേട്ടുപ്പാളയം സ്വദേശിയായിട്ടുള്ള മധു ജയകുമാറിന് വേണ്ടിയിട്ടാണ് വടകര പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ ബാങ്ക് മാനേജറായിട്ടുള്ള പാനൂർ സ്വദേശി ഇർഷാദ് മാത്രമാണ് നിലവിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ പണം നഷ്ടപ്പെട്ട ആളുകൾ പരാതി നൽകാത്തത് പോലീസിന് ഒരു പ്രതിസന്ധിയായി മാറുന്നുണ്ട്. ബാങ്ക് നൽകുന്ന വിവരങ്ങൾ മാത്രമാണ് പോലീസിന്റെ പക്കൽ നിലവിലുള്ളൂ. ഏറ്റവും ഒടുവിൽ ബാങ്കിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത് 26 കിലോ സ്വർണം ഇവിടെ നിന്നും ഈ മുൻ ബാങ്ക് മാനേജർ തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. ഏതാണ്ട് 17 കോടി 20 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഈ ബാങ്കിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് പിന്നാലെ കഴിഞ്ഞ മാസം ഈ പ്രതിയായിട്ടുള്ള മധു എറണാകുളത്തേക്ക് ട്രാൻസ്ഫറായി പോയതിന് പിന്നാലെയാണ് ഈ തട്ടിപ്പിൻ്റെ വിവരം പുറത്തു വരുന്നത്. അതായത് പുതിയ ബാങ്ക് മാനേജർ ഇവിടെ ചുമതല ഏറ്റെടുത്ത ശേഷം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വലിയ തട്ടിപ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ഉണ്ടായി എന്ന കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും കൂടുതൽ ആളുകൾ പരാതിയുമായി വരുമോ എന്നത് കാത്തിരിക്കുകയാണ്. അങ്ങനെ പരാതിയുമായി വന്നാൽ അത് അന്വേഷണത്തിന് ഏറെ ഗുണകരമായി മാറും. 50 പവൻ സ്വർണത്തിന് മുകളിൽ നിക്ഷേപം നടത്തിയിരുന്ന ആളുകളുടെ സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ നഷ്ടമായിട്ടുള്ളത്. 42 ഇടപാടുകാരുടെ സ്വർണം നഷ്ടമായി എന്നാണ് ബാങ്കിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും ഞെട്ടിപ്പിക്കുന്ന ഒരു തട്ടിപ്പിൻ്റെ വിവരം ഇന്നലെയാണ് പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതിയെ ഉടൻ തന്നെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് വടകര പോലീസ് ഉള്ളത്.